ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന ബ്രെഡ് പൊരിച്ചതുണ്ടല്ലോ, അതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള ആൾക്കാർക്ക് ഇത് അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യുക എന്നാൽ ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. മൈദ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാനൊരു 8 ബ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡ് ഞാൻ സ്ലൈസ് ചെയ്തില്ല, ഒന്നായിട്ട് തന്നെ ഇട്ടാണ് ഞാൻ പൊരിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒരു നുള്ളു ഉപ്പ്, പിന്നെ പഞ്ചസാരയും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയും ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത് ചിലപ്പോൾ ഇതങ്ങ് ലൂസായി പോയാൽ നമുക്ക് ബ്രെഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ഒരു കോട്ടിങ് കിട്ടത്തില്ല. ഇനി ഇത് ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബ്രെഡ് അങ്ങ് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളത്തിലാണ് ഇതൊന്ന് തയ്യാറാക്കിയെടുത്തത്. പിന്നെ എല്ലാവർക്കും ഒരേ അളവാകണമെന്നില്ല. അപ്പം നിങ്ങളത് സൂക്ഷിച്ച് വേണം ആ ബാറ്റർ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ.